നിങ്ങൾ കഴിക്കുന്നു, ഞാൻ അവസാനം വരെ വിളമ്പിക്കൊണ്ടേയിരിക്കുന്നു. എന്താ? എല്ലാം വിളമ്പി കഴിഞ്ഞില്ലേ? ഇനി സാറ് കൂടി ഇരിക്കേ. ഇപ്പൊ എന്താ പ്രശ്നം? ഞാൻ കഴിക്കണം, അത്രയല്ലേ ഉള്ളൂ. എനിക്കായിട്ട് ഞാൻ വിളമ്പുന്നില്ല. എനിക്ക് തോന്നുന്ന പ്ലേറ്റിൽ നിന്ന് ഞാൻ എടുത്തു കഴിച്ചോളാം. എന്താ? മുത്തശ്ശി, എനിക്കൂടെ കുറച്ച് തന്നേ. എടുക്ക് മുത്തശ്ശി. ആ കണ്ടില്ലേ, ഇപ്പൊ ഞാൻ കഴിച്ചല്ലോ. ഇനി എല്ലാവരും തുടങ്ങിക്കോ. എന്താ നോക്കിയിരിക്കുന്ന? എല്ലാവരും കഴിച്ചോ? ഇനി അടുത്തത്. പിച്ചു, നിനക്കിനി എന്തെങ്കിലും വേണോ? വേണ്ട. കാർട്ടൂനോ? വേണ്ട ഏട്ടാ, എല്ലാം പ്ലേറ്റിലിരിക്കല്ലേ. പിച്ചു, ഏട്ടൻ ഇതിന്നൊരു പിടി എടുക്കട്ടെ. എടുത്തോ. മോളെ നന്ദിനി, ഇവനെ ഇങ്ങനെ കാണാൻ നല്ല രസല്ലേ? പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, സാറ് മദ്യപിക്കാതിരിക്കുമ്പോ സാറിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടെന്ന്. കേട്ടോടാ ഈ പറഞ്ഞത്? അത് അങ്ങനെ അങ്ങോട്ട് കീപ്പ് ചെയ്താ മതി. ആയിക്കോട്ടെ. എന്നാ പിന്നെ അച്ഛൻ്റെ ഒരു പിടിയും തന്നെ. അല്ല, എന്റെ ഒന്നും വേണോ? ഏട്ടന്റെ നടത്തവും ഗൗരവവും ഒക്കെ കണ്ടാലേ ഇതൊന്നും ചെയ്യുന്നു തോന്നുകയില്ല. അത് തന്നെ മക്കളെ ഞാനും നോക്കിക്കൊണ്ടിരിക്കുന്നേ. വന്നു കേറിയപ്പോ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഇപ്പോ എന്തോ ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള സ്ഥലത്തിരിക്കും പോലെ തോന്നുക. അച്ഛാ, ഇതൊന്നും അല്ല സന്തോഷം. ഇതിനപ്പുറത്ത് ഒരുപാട് സന്തോഷങ്ങളുണ്ട്. എല്ലാം നമുക്ക് റെഡിയാക്കാന്നേ, അല്ലേ? അതെ. അച്ഛൻ കഴിക്കച്ചാ, കഴി. എന്നോടും കൂടി ഇച്ചിരി ചോദിച്ചിരുന്നെങ്കില്. നന്ദിനി, നന്ദിനി, ഇപ്പൊ എന്താ താൻ മനസ്സിൽ പറഞ്ഞേ? ഒന്നുമില്ല. അതല്ല, എന്തോ പറഞ്ഞു. ഒന്നുമില്ലെന്നേ. എന്നാ പിന്നെ കുറച്ചും കൂടെ ചേച്ചി വീർപ്പൂട്ടിയിരിക്കായിരുന്നു. ഞങ്ങളൊക്കെ കൊടുത്തതുപോലെ ഏട്ടന് കൊടുക്കാനായിട്ട്. ഉള്ളതിൽ ചെറുതാണെങ്കിലും അവളുടെ സംസാരം കേട്ടില്ലേ? നീ ഒന്നും പറയണ്ടടി, ഞാൻ പറയാം. ഞാൻ പ്രായത്തിൽ കുറച്ചുകൂടി മുതിർന്നതാണല്ലോ. അയ്യോ വേണ്ട, ആരും ഇനി ഒന്നും പറയണ്ട. എന്റെ പൊന്ന് സാറേ, ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് വർഷം കുറേയായി. ഇതുപോലെ സ്നേഹത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഇതൊരു വിഷു തന്നെ സാറേ, വിഷു, സന്തോഷത്തിന്റെ വിഷു.